ഹായ് കൂട്ടുകാരെ, നമ്മുടെ 21 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ 12ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് വരുന്നില്ലേ? ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങാം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിനക്കുള്ളതാണ്. എടാ, ഒരു കാര്യം മനസ്സിലാക്കണം. ക്ഷീണിക്കുന്നത് തെറ്റല്ല, മനസ്സ് തളരുന്നതും തെറ്റല്ല. പക്ഷേ ആ ക്ഷീണം കാരണം സ്വപ്നം ഉപേക്ഷിക്കുന്നതാണ് തെറ്റ്. ഒരു മാരത്തോൺ ഓടുന്ന ആളും ക്ഷീണിക്കും. ഒരു കർഷകൻ വയലിൽ ജോലി ചെയ്യുമ്പോഴും ക്ഷീണിക്കും. ഒരു ഡോക്ടർ, ഒരു ടീച്ചർ, ഒരു പോലീസ് ഓഫീസർ, എല്ലാവർക്കും ക്ഷീണം വരും. പക്ഷേ അവർ ജോലി നിർത്തുന്നില്ല. അപ്പോൾ നിന്റെ സ്വപ്നത്തിന് വേണ്ടി നീ എന്തുകൊണ്ട് നിർത്തണം? ഡേ 1 ആവേശം ഇന്ന് കുറവായിരിക്കാം. അത് തികച്ചും സ്വാഭാവികമാണ്. മോട്ടിവേഷൻ എല്ലാ ദിവസവും ഒരുപോലെ ഉണ്ടാകില്ല. പക്ഷേ ഒരു നല്ല ശീലം രൂപപ്പെട്ടാൽ മനസ്സില്ലെങ്കിലും നീ പുസ്തകം തുറക്കും. അതാണ് നമുക്ക് ഈ 21 ദിവസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പഠനം ഒരു വികാരമല്ല, ഒരു ശീലമാക്കി മാറ്റണം. ഇനി ഒരു ചെറിയ കഥ കേട്ടാലോ? ഒരു ദിവസം ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും പരിശീലനം ചെയ്യുന്നത്? ശിഷ്യൻ പറഞ്ഞു, എനിക്ക് എല്ലാ ദിവസവും ശക്തി ഉണ്ടാകുന്നത് കൊണ്ടല്ല, ശക്തിയില്ലാത്ത ദിവസങ്ങളിലും തോൽക്കാതിരിക്കാനാണ്. എടാ, ഇന്ന് നിനക്ക് പഠിക്കാൻ വലിയ എനർജി ഇല്ലായിരിക്കാം. പക്ഷേ ഇന്ന് പഠിക്കുന്ന ആ 1 മണിക്കൂർ നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തും. ഇന്നത്തെ ചലഞ്ച് വളരെ ലളിതമാണ്. ഇന്ന് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിലും 45 മിനിറ്റ് പഠിക്കൂ. ഒരു പ്രധാന ടോപ്പിക് പൂർത്തിയാക്കൂ. ഇന്നത്തെ ടാർഗറ്റ് എഴുതി ടിക്ക് ചെയ്യൂ. അത്രമാത്രം. ഇന്ന് പെർഫെക്റ്റ് ആവേണ്ട, പക്ഷേ പ്രസൻ്റ് ആയിരിക്കണം. എടോ, ഒരു ദിവസം റിസൾട്ട് വരുമ്പോൾ ആരും ചോദിക്കില്ല നിനക്ക് എത്ര ദിവസം മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അവർ ചോദിക്കുക ഒന്ന് മാത്രമാണ്, നീ വിജയിച്ചോ? അതുകൊണ്ട് ഇന്ന് കുറച്ച് ക്ഷീണമുണ്ടെങ്കിൽ വിശ്രമിക്കൂ. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് വിശ്രമിക്കരുത്. പുസ്തകം തുറക്കൂ, ഒരു പേജ് വായിക്കൂ, ഒരു ചോദ്യം സോൾവ് ചെയ്യൂ, ചെറിയൊരു ചുവട് മുന്നോട്ട് വയ്ക്കൂ. കാരണം നിർത്താതെ നടക്കുന്നവരാണ് ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തിലെത്തുന്നത്. ഡേ 12 പൂർത്തിയാക്കിയവർ കമൻറ്റ് ബോക്സിൽ എഴുതൂ, ഐ ഡിഡ്ന്റ് ക്വിറ്റ് ടുഡേ. നാളെ ഡേ 13 വീണ്ടും കാണാം.